പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2026 മാർച്ച് മാസം 28 ഹല്ലേലൂയ സ്തോത്രം ശനിയാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. കരങ്ങളെ ഉയർത്തി അല്പസമയം കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചില്ലേ. ഓർത്ത് നോക്കി എത്ര അത്ഭുതകരമായിട്ട് കർത്താവ് നടത്തി. കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്നതിനായിട്ട് കരമുയർത്തി കർത്താവിന് സ്തോത്രം പറഞ്ഞ് സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ നമ്മളെ രാവിലെ എഴുന്നേൽപ്പിച്ച ദൈവകൃപയ്ക്കായിട്ട് കരമുയർത്തി കർത്താവിന് സ്തോത്രം പറഞ്ഞ് സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലവും കർത്താവ് നമ്മളെ അത്ഭുതകരമായി നടത്തുന്നതിന് ആമേൻ. താങ്ക് യു ലോർഡ്. കർത്താവ് നമ്മളെ അത്ഭുതകരമായി നടത്തുന്നതിന് കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ട് മൗനമായിരിക്കല്ലേ. കരമുയർത്തി പറയണം, കർത്താവ് ഈ പകൽക്കാലം അങ്ങ് ഞങ്ങളെ അത്ഭുതമായി നടത്തുന്ന അങ്ങയുടെ വിശ്വസ്തതയെ ഓർത്ത് അങ്ങേക്ക് സ്തോത്രം 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 സ്തോത്രം. അങ്ങ് നല്ലവനാകുന്നു, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകുന്നു. ഒരിക്കലൂടെ കൈകൾ ഉയർത്തി പറയാം, എൻ്റെ യേശു നല്ലവനാകുന്നു, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകുന്നു. കർത്താവിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം. ഓരോ ആവശ്യങ്ങളിലും കൂടെ ഇരിക്കുന്ന നല്ല കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. 150 സങ്കീർത്തനം പറയുന്നു, യഹോവയെ സ്തുതിപ്പിൻ, ദൈവത്തെ കർത്താവിൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ സ്തുതിപ്പിൻ, കർത്താവിൻ്റെ ബലമുള്ള ആകാശവിധാനത്തിൽ കർത്താവിനെ സ്തുതിപ്പിൻ, കർത്താവിൻ്റെ വീരപ്രവൃത്തികൾ നിമിത്തം കർത്താവിനെ സ്തുതിപ്പിൻ, കർത്താവിൻ്റെ മഹിമാധിക്യത്തിന് തക്കവണ്ണം കർത്താവിനെ സ്തുതിപ്പിൻ. നമുക്ക് ലഭിച്ച ഈ നല്ല സമയമാണ് പ്രിയപ്പെട്ടവരെ. നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കി കർത്താവ് ചെയ്ത നന്മകൾക്കായിട്ട് നന്ദി പറയാം. ഓരോ ദിവസവും അത്ഭുതമായി നടത്തിയതിന് സ്തോത്രം ചെയ്യുക. ആവശ്യങ്ങളിൽ അങ്ങ് കൂട്ടായിട്ടിരുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുക. നമുക്ക് ഒരുമിച്ച് കർത്താവിന് സ്തോത്രം പറഞ്ഞ് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായിട്ട് സ്തോത്രം. ഞങ്ങൾക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ, ആരാധിക്കുവാൻ, സ്തുതിക്കുവാൻ അപ്പോൾ ഒരുക്കി തന്ന അവസരത്തിനായിട്ട് സ്തോത്രം. ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന ഓരോ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അങ്ങയുടെ കൃപകൾക്കായിട്ട് സ്തോത്രം. ഞങ്ങളോട് കാണിക്കുന്ന അങ്ങയുടെ ദയക്കായിട്ട് സ്തോത്രം. ഞങ്ങളുടെ ആവശ്യങ്ങളെല്ലാം അങ്ങ് കൂട്ടായിട്ടിരിക്കുന്നതിനായിട്ട് സ്തോത്രം. ഇതുവരെ ഞങ്ങളെ അത്ഭുതമായി നടത്തിയതിന് സ്തോത്രം. കർത്താവേ, അങ്ങ് യഹോവ ജൈറയായി ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഞങ്ങളെ കരുതിയതിന് സ്തോത്രം. റാഫയായി കൂടെ ഇരുന്ന് ഞങ്ങളെ സൗഖ്യമാക്കിയതിന് സ്തോത്രം. ഞങ്ങളുടെ ആവശ്യങ്ങളിലെല്ലാം അങ്ങയുടെ കൃപ അനുഭവിപ്പാൻ അങ്ങ് ഞങ്ങൾക്ക് ഭാഗ്യം തന്നതിന് സ്തോത്രം. അപ്പോൾ ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരുടെയും വ്യത്യസ്തമായ ആവശ്യങ്ങളുണ്ട്. അതിന്മേലും അങ്ങ് ഇന്ന് പകൽക്കാലം അത്ഭുതം ചെയ്യുന്നതിനായിട്ട് സ്തോത്രം. തന്മക്കൾക്കായി കരുതും ദൈവമെന്നാണല്ലോ തിരുവെഴുത്തി പറഞ്ഞിരിക്കുന്നത്. കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി കരുതുന്നതിനായിട്ട് സ്തോത്രം. അങ്ങ് കരുതി വെച്ചിരിക്കുന്നതിനായിട്ട് സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. ഇന്ന് പകൽക്കാലം തൻ്റെ കുഞ്ഞുങ്ങളുടെ എന്താവശ്യങ്ങളാണെങ്കിലും അതിന്മേൽ അത്ഭുതം നടക്കട്ടെ. കർത്താവേ, വീടിൻ്റെ വാടകയുടെ വിഷയമാണോ, ലോൺ അടയ്ക്കുന്ന വിഷയമാണോ, ശമ്പളത്തിൻ്റെ വിഷയമാണോ, ഹല്ലേലൂയ സ്തോത്രം, കുഞ്ഞുങ്ങളുടെ സ്കൂൾ ഫീസിൻ്റെ വിഷയമാണോ, എന്താണെങ്കിലും അതിൽ അത്ഭുതം ചെയ്യുവാൻ ഞങ്ങളുടെ കർത്താവ് മതിയായവനാകിയാൽ സ്തോത്രം. യേശുവിൻ നാമത്തിൽ അങ്ങ് അത്ഭുതം ചെയ്യുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് രോഗത്താൽ ഭാരപ്പെടുന്നവർ സൗഖ്യമാകട്ടെ. ആമേൻ. കാൽമുട്ടുകളുടെ വേദനകൾ മാറട്ടെ. ഷോൾഡർ ജോയിൻറ്റുകളുടെ വേദനകൾ യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ. ഹല്ലേലൂയ. ദിവസങ്ങളായുള്ള നെഞ്ചിനകത്തുള്ള വേദന യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ആമേൻ. മൂക്കടപ്പ് മാസങ്ങളായി മൂക്കടഞ്ഞിരിക്കുക, മൂക്ക് തുറക്കുന്നില്ല, സൈനസിൻ്റെ പ്രോബ്ലം, ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ അത് മാറിപ്പോകട്ടെ. തുമ്മൽ ആമേൻ. നാളുകളായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു, തുമ്മൽ മുഖാന്തരം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു, ഇപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അതിന്മേൽ ദൈവിക അത്ഭുതം നടക്കട്ടെ. കർത്താവ് അത്ഭുതങ്ങളുടെ ദൈവമാകിയ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ പ്രവൃത്തിക്കായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങയുടെ പ്രവൃത്തിക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് പ്രവർത്തിച്ചതിന് സ്തോത്രം. അതുപോലെ ലോകവ്യാപകമായി അങ്ങയുടെ വേലയിലായിരിക്കുന്നവരെ അനുഗ്രഹിക്കണം. കർത്താവ് അവരെ ആദരിക്കണം, അവരെ മാനിക്കണം, അവരെ ഉയർത്തണം. കർത്താവിൻ്റെ അത്ഭുത പ്രവൃത്തി കാണുവാൻ കർത്താവ് സഹായിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ കർത്താവെ ആമേൻ. കഴിഞ്ഞ ആഴ്ചകളിൽ നടന്ന മീറ്റിങ്ങുകളെല്ലാം അനുഗ്രഹിച്ചല്ലോ. കഴിഞ്ഞ തിങ്കളാഴ്ചത്തെയും കർത്താവ് ബുധനാഴ്ചത്തെയും ഓൺലൈൻ മീറ്റിങ്ങുകളെ കർത്താവ് അനുഗ്രഹിച്ചതിന് സ്തോത്രം. ഇന്നലത്തെ സഭായോഗത്തെ കർത്താവ് അനുഗ്രഹിച്ചതിന് സ്തോത്രം. ഞങ്ങൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട കർത്താവിന് നന്ദി. സകല മഹത്വം പുകഴ്ച അപ്പയ്ക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. നമ്മൾ കർത്താവിൻ്റെ വചനം കേൾക്കാൻ പോവുകയാണ്. ഈ പ്രിയപ്പെട്ടവരെ, ഈ ദിവസങ്ങളിൽ ആമേൻ, നിങ്ങൾ ദൈവവചനം കേൾക്കുക മാത്രമല്ല, അത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക, മറ്റുള്ളവർ കൂടെ അത് അയച്ചു കൊടുക്കുക, അവരെ കൂടെ ആ വചനം കേൾക്കുവാൻ കർത്താവ് ആമേൻ നമ്മളൊരു മുഖാന്തരമായി തീരും. നിങ്ങൾക്കറിയാമോ, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ വിടുതൽ ദൈവവചനത്തിലൂടെയാണ്. വചനം ഒരാളുടെ ഉള്ളിൽ യഥാർത്ഥമായി ക്രിയ ചെയ്താൽ ആ വ്യക്തി അനുഗ്രഹിക്കപ്പെടും. ആ വ്യക്തി പിന്നെ
ഒരു പിശാചിനും അവരെ തകർത്ത് കളയാൻ കഴിയത്തില്ല. വചനമാണ് അടിസ്ഥാനം. വചനമില്ലാതെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉയർച്ച പ്രാപിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് വചനം മറ്റുള്ളവർക്ക് കൂടെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. അവരുടെ ജീവിതവും അനുഗ്രഹമായി തീരട്ടെ. അതുമാത്രമല്ല, സ്വർഗീയ പ്രതിഫലങ്ങൾ നമുക്ക് ലഭിക്കും. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുമ്പോൾ കർത്താവ് നമുക്ക് പ്രതിഫലം തരും. ഇന്നത്തെ ആ വാക്യം നമുക്കെല്ലാം അറിയാവുന്ന വാക്യം, ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യമാണ്. ശ്രദ്ധയോടെ നമുക്ക് വായിക്കാം. അപ്പോസ്തലനോട് പറയുകയാണ്, എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. ഹല്ലേലൂയ, ആമേൻ. എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും, നമ്മുടെ ആവശ്യം എന്ത് തന്നെയാണെങ്കിലും, ഹല്ലേലൂയ, അത് പൂർണ്ണമായി തീർത്തു തരും. ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ നിങ്ങളൊരു ദൈവ പൈതലാണോ? ഹല്ലേലൂയ, നിങ്ങൾ കൈകൾ ഉയർത്തി വേണം ഇത് കേൾക്കുവാൻ. കാരണം ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് ഈ സാഹചര്യത്തിൽ നിങ്ങൾ കേട്ടിരിക്കേണ്ട ഒരു സന്ദേശം. കാരണം നമ്മളൊരു ദൈവ പൈതലായത് നമ്മുടെ ഇഷ്ടപ്രകാരമല്ല. കർത്താവ് നമ്മളെ തെരഞ്ഞെടുത്തതാണ്. കർത്താവ് നമ്മളെ തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ സകല ആവശ്യങ്ങളും നടത്തി തരുവാൻ നമ്മുടെ കർത്താവ് മതിയായവനാണ്. ഹല്ലേലൂയ, സ്തോത്രം. അതായത് എന്നെ തെരഞ്ഞെടുത്ത ദൈവം എന്നെ കൈവിട്ട് കളയത്തില്ല. എൻ്റെ ആവശ്യങ്ങൾ എന്താണോ അതിന്മേൽ എൻ്റെ കർത്താവ് പൂർണ്ണമായിട്ട് പ്രവർത്തിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. വേദോസം പറയുന്നു, യോഹന്നാൻ്റെ സുവിശേഷം 15:16, നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തു എന്നാണ്. 1 പത്രോസിൻ്റെ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ ഇന്നലെ നമ്മൾ കേട്ടു, നമ്മൾ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട രാജകീയ പുരോഹിത വർഗമാണ്. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കർത്താവ് തിരഞ്ഞെടുത്ത ഒരാളെയും കർത്താവ് കൈവിട്ടതായിട്ട് വേദോസം നമ്മളെ പഠിപ്പിക്കുന്നില്ല. ഹല്ലേലൂയ. കർത്താവിൻ്റെ വിളി എന്ന് പറഞ്ഞാൽ ഒരു റിസ്ക് അല്ല. കർത്താവ് നമ്മളെ വിളിക്കുമ്പോൾ ഒരു കമണന്റ് ബാക്കപ്പ്, ഒരു നിയമപരമായ ഒരു ദൈവിക ഉടമ്പടി നമ്മുടെ മേലുണ്ട്. ഹല്ലേലൂയ. നമ്മളൊന്ന് പഴയ നിയമകാലത്തിലേക്ക് തിരിഞ്ഞു നോക്കി. കർത്താവ് പഴയ നിയമ വിശുദ്ധന്മാരെ തിരഞ്ഞെടുത്തു. അവരെ മിസ്രൈമിൻ്റെ അടിമത്തത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു. ഈ മരുഭൂമിയിലൂടെയുള്ള അവരുടെ യാത്രയിൽ അവർ എപ്പോഴെങ്കിലും അവരുടെ ആവശ്യത്തിന് വേണ്ടി ഭാരപ്പെടേണ്ടി വരുന്നുണ്ടോ? ഇല്ല. ആകാശം തുറക്കുന്നു, അവർക്ക് മന്ന പൊഴിച്ചു കൊടുക്കുന്നു. ആകാശം അവർക്ക് അനുകൂലമാക്കി കൊടുക്കുന്നു. അവരുടെ ചെരുപ്പ് തേഞ്ഞു പോകാൻ അനുവദിക്കുന്നില്ല. അവരുടെ വസ്ത്രം കീറിപ്പോകുവാൻ അനുവദിക്കുന്നില്ല. എന്ന് വെച്ചാൽ എന്തോ, അവരുടെ സകല ആവശ്യങ്ങളും നിറവേറ്റിയതാരാ? നമ്മുടെ സ്വർഗസ്ഥനായ നമ്മുടെ പിതാവ്. ഓർമ്മയുണ്ടല്ലോ, പകൽ മേഘസ്തംഭം, രാത്രി അഗ്നിതൂണം എന്ന് പറഞ്ഞ അവരുടെ എല്ലാം ഒന്നും അവർക്ക് ഈ ലോകത്തിൽ മനുഷ്യനിൽ ആശ്രയിക്കേണ്ട ആവശ്യമില്ല. ലോകത്തിലെ ഒരു വ്യക്തികളിലും അവർ ആശ്രയിക്കേണ്ട. അവരുടെ സകല ആവശ്യങ്ങളും ആരാ നിറവേറ്റി കൊടുക്കുന്നത്? സ്വർഗസ്ഥനായ പിതാവാണ് അവരുടെ സകല ആവശ്യങ്ങളും നിറവേറ്റി കൊടുത്തത്. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് പുതിയ നിയമ വിശ്വാസിയായിരിക്കുന്ന ഞാനും നിങ്ങളും, റോമാലേഖനം 8:32 പറയുന്നു, തൻ്റെ സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി തന്നവൻ അവനോടുകൂടെ നമുക്ക് സകലതും നൽകാതിരിക്കുമോ? എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ പറയുന്നു, സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 31 മുതൽ വാക്യങ്ങളിൽ പറയുന്നു, മുൻപേ നിങ്ങൾ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുകയും അതോടുകൂടെ നിങ്ങൾക്ക് ആവശ്യമായതെല്ലാം ലഭിക്കുക തന്നെ ചെയ്യും. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് പ്രഭാതത്തിൽ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, അല്ല, കർത്താവിന് നമ്മളോട് പറയുവാനുള്ളത് എന്താണെന്നറിയാമോ? ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ കർത്താവിൽ വിശ്വസിച്ച് ജീവിക്കണം. നമ്മുടെ ഏതാവശ്യമാണേലും അതിന്മേൽ ദൈവം നമുക്ക് അത്ഭുതം ചെയ്യും. ക്ഷാമകാലത്ത് ഏലിയാവിനെ കാക്കയെ കൊണ്ട് പോറ്റി പുലർത്തിയ ദൈവം, സരാഫത്തിലെ വിധവയ്ക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്ത ദൈവം, 5 അപ്പത്തെ 5000 പേർക്ക് വേണ്ടി വർദ്ധിപ്പിച്ചു കൊടുത്ത ദൈവം, പത്രോസിന് ടാക്സ് അടയ്ക്കുവാൻ വേണ്ടി മത്സ്യത്തിൻ്റെ വായിൽ പണം കൊടുത്ത ദൈവം, നമുക്ക് വേണ്ടി നിശ്ചയമായി ആവശ്യങ്ങൾ അനുസരിച്ച്, നമ്മുടെ ആവശ്യം അനുസരിച്ച് നമുക്ക് വേണ്ടി കരുതും. എന്തുകൊണ്ടാണ് പലപ്പോഴും നമുക്കത് ലഭിക്കാത്തത്? നമ്മളത് വിശ്വസിക്കാറില്ല. എന്നാൽ ഇന്ന് പകൽക്കാലം കരമുയർത്തി പറഞ്ഞു, എൻ്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് ആകാശത്തിൻ്റെ കിളിവാതിലുകളെ തുറന്നു തരുന്ന ഒരു നല്ല അപ്പ എനിക്കുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഏതാവശ്യവും നമ്മളല്ലേ നിറവേറ്റി കൊടുക്കുന്നത്. അവർക്ക് ഭക്ഷണം മാത്രമാണോ കൊടുക്കുന്നത്? അല്ല, അവർക്ക് വസ്ത്രം മേടിച്ചു കൊടുക്കും, അവർക്ക് ഷൂ മേടിച്ചു കൊടുക്കും. ഹല്ലേലൂയ. അവരുടെ സ്കൂളിലെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കും. അവർക്ക് എന്തൊക്കെ ആവശ്യങ്ങളുണ്ടോ അതൊക്കെ നമ്മൾ നിറവേറ്റി കൊടുക്കുമെങ്കിൽ, ദോഷികളായ നിങ്ങളുടെ മക്കൾക്ക് നല്ലത് കൊടുക്കാൻ അറിയുന്നെങ്കിൽ, സ്വർഗസ്ഥനായ എൻ്റെ പിതാവ്, ഹല്ലേലൂയ, സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങൾക്ക് എത്ര അധികം നന്മ തരുമെന്ന തിരുവെഴുത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ വിശ്വാസത്തോടെ കരങ്ങളെ ഉയർത്തി പറയണം, ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ടവനാ, അതുകൊണ്ട് എന്നെ കൈവിടത്തില്ല. ഹല്ലേലൂയ.
ഹല്ലേലൂയ. എൻ്റെ ആവശ്യങ്ങളെല്ലാം ക്രിസ്തുവിൽ പൂർണ്ണമായി തീർത്തു തരുന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. പഴയ നിയമവിശുദ്ധന്മാരെ പരിപാലിച്ചവൻ എന്നെയും ആമേൻ പരിപാലിക്കുക തന്നെ ചെയ്യും. ആമേൻ. കർത്താവ് എൻ്റെ യാത്രയിൽ ആവശ്യമായതെല്ലാം നൽകുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. എനിക്ക് ഇന്ന് പകൽക്കാലം ആമേൻ പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ നിന്ന് എൻ്റെ ആവശ്യങ്ങളെ നിറവേറ്റുവാൻ കർത്താവ് തൻ്റെ കൈ നീട്ടും. ആമേൻ. ഞാൻ ഒരിക്കലും മനുഷ്യൻ്റെ മുമ്പിൽ കൈ നീട്ടുവാൻ അനുവദിക്കത്തില്ല. എനിക്ക് വേണ്ടി സ്വർഗീയ ശ്രീഭണ്ഡാരം തുറന്ന് കർത്താവ് എനിക്ക് വേണ്ടി തരും. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ഞാൻ ദൈവത്തെ അനുസരിച്ച് ജീവിക്കുന്ന അനുസരിച്ച് സൂപ്പർ നാച്ചുറൽ പ്രൊവിഷൻസ് എൻ്റെ ലൈഫിൽ ഉണ്ടാകും. ആമേൻ, ആമേൻ, ആമേൻ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് നന്ദി പറയുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ തന്ന എല്ലാ നന്മകൾക്കും നന്ദി പറയുന്നു. അങ്ങ് ഞങ്ങളെ നിലനിർത്തിയതിനായിട്ട് സ്തോത്രം. ഞങ്ങളുടെ ആവശ്യങ്ങളിൽ കൂട്ടായിട്ടിരിക്കുന്നതിനായിട്ട് സ്തോത്രം. ഇന്നും ഞങ്ങളുടെ ആവശ്യങ്ങൾ എന്ത് തന്നെയാണെങ്കിലും അതിന്മേൽ അങ്ങയുടെ അത്ഭുതം നടക്കുന്നതിന് സ്തോത്രം. പ്രാർത്ഥന കേട്ടതിന് നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ആവശ്യങ്ങളെ കർത്താവ് നിറവേറ്റിത്തരും. കർത്താവിൽ വിശ്വസിക്കുക. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന തിരുവെഴുത്ത് പറഞ്ഞു. അതുകൊണ്ട് കർത്താവിൽ വിശ്വസിച്ച് ജീവിക്കുക. ഏത് സാഹചര്യത്തിലും അവൻ വാക്കുമാറാതെ നമ്മളെ അത്ഭുതമായി നടത്തും. ഗോഡ് ബ്ലെസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് കരമുയർത്തി പറയാം. കർത്താവിൻ്റെ തല എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും. എൻ്റെ പാനപാത്രം നിറഞ്ഞു കവിയും. നന്മയും കരുണേ എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ആമേൻ. നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ചു പെരുകും. വി ആർ ബ്ലെസ്ഡ്. വി ആർ റിയലി ബ്ലെസ്ഡ്. വി ആർ പെർമനൻ്റ്ലി ബ്ലെസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലെസ് യു. ഗോഡ് ബ്ലെസ് യു. ഗോഡ് ബ്ലെസ് യു.